ഒക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ചുരുങ്ങിയ വാക്കിൽ നമ്മളൊരു അനുസ്മരണമാണല്ലോ, അയവിറക്കുന്ന ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഹൈദർ മുസ്ലിയാരൊക്കെ ഇവിടെ ഉണ്ട്. ഒരു കാലഘട്ടത്തിൽ 11ാമത്തെ വയസ്സിലാണെന്നാണ് എൻ്റെ ഓർമ്മ, അരിപ്ര വേളൂർ ജുമാഅത്ത് പള്ളിയിൽ ദർസിൽ പോയി. അന്നവിടെ മുദരിസ് സി അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന പേരിലുള്ള കായ് മുസ്ലിയാരായിരുന്നു. അദ്ദേഹത്തെ അനുസ്മരിക്കണം. കാരണം ആലിക്കുട്ടി ഉസ്താദിൻ്റെ ആദ്യകാല ഉസ്താദന്മാരിൽപ്പെട്ട ആളാണ് കായ് മുസ്ലിയാർ. ഞങ്ങളുടെയൊക്കെ ഹൈദർ മുസ്ലിയാർ എൻ്റെ നമ്മുടെ ഇവിടുത്തെ ഉസ്താദ് ലത്തീഫ് മുസ്ലിയാരുടെ അമ്മാമനും കൂടിയാണ്. ഞങ്ങളുടെയൊക്കെ ഉസ്താദാണ്. നൂറുല്ലാഹു മർക്കദ. അദ്ദേഹത്തിൻ്റെ ദർസിൽ 11ാമത്തെ വയസ്സിൽ പോയി. വീട്ടിൽ നിന്ന് 2-3 കിലോമീറ്റർ കഷ്ടിയുണ്ട്, നടന്നു പോകും. കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നിട്ടൊരു തൂക്കുപാത്രത്തിൽ ഇങ്ങനെ ഉമ്മ ചോറും കറിയാക്കി തരും. വൈകുന്നേരം ദർസിൽ പോയി അവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ കൊണ്ടുപോയി. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ദർസിൽ പഠിച്ചത്. ആ കാലഘട്ടത്തിൽ ചെറിയ യുക്തികളൊക്കെ നമ്മൾക്ക് ഉണ്ടാകുമല്ലോ. അപ്പോൾ ഈ ഷീലുണ്ടാക്കുന്ന ഒരു പണി ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയുമെന്ന് അറിയില്ല. ഈ മുളീരെന്ന് പറഞ്ഞിട്ടൊരു മരമുണ്ട്. ആ മരത്തിൻ്റെ മുള്ളെടുത്തിട്ട്, വലിയ മുള്ളയിക്കാരും, അതിങ്ങനെ പാറമലൊരതി മിനുസമാക്കും. മിനുസമാക്കിയിട്ട് അതിങ്ങനെ കോയിമുട്ട ആകൃതിയിൽ ബ്ലേഡ് കൊണ്ടിട്ടിങ്ങനെ നല്ല ഇതായിട്ട് ചുറ്റുഭാഗത്ത് ഇങ്ങനെ ചെത്തി മിനുക്കി നേരാക്കി അതിൽ നല്ല കലാപരമായിട്ട് അതിലിങ്ങനെ പേരൊക്കെ എഴുതി അങ്ങനെ ശീലുണ്ടാക്കുന്ന. അപ്പോൾ അന്ന് ശീലുണ്ടാക്കി കൊടുത്താൽ ഒരണ കിട്ടും. ഒരണ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ? ഒരു റുപ്പികൻ്റെ 16-1 ഒരണ എന്ന് പറയുന്നത്. ഒരു ശീലുണ്ടാക്കി കൊടുത്താൽ ഒരണ കിട്ടും. അപ്പോൾ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ, അദ്ദേഹം അവിടെ സീനിയർ വിദ്യാർത്ഥിയാണ്, ഞങ്ങളൊക്കെ ജൂനിയർ വിദ്യാർത്ഥികളാണ്. അദ്ദേഹത്തിൻ്റെ ആ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഔദ്യോഗിക ജീവിതത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വം, അതിനെ ശരിക്കും ഏരിഫ് നഫ്സക തംഫഉക മഈശത്തുക എന്ന് പറഞ്ഞ ലുക്മാൻ ഹക്കീമിനോട്, ബഹുമാനപ്പെട്ട ലുക്മാൻ ഹക്കീം സ്വന്തം മകനോട് ഉപദേശിച്ച ഉപദേശം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തി ജീവിതം, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ ചെറുപ്പത്തിൽ തന്നെയുള്ള ആ ജിജ്ഞാസയുടെ ഒരടയാളമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിനൊരു ഷീല് വേണം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ഷീലുണ്ടാക്കി തരണമെന്ന്. ഒരണ വേണം. കാശുണ്ടോയെന്ന് അറിയില്ല, എങ്ങനെ ഒരണ ഉണ്ടാക്കിയതെന്ന് അറിയില്ല. അത്ര വലിയ സമ്പന്ന കുടുംബത്തിലൊന്നുമല്ല ആലിക്കുട്ടി മുസ്ലിയാരുള്ളത്. എങ്ങനെ ഒരണ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഒരണ തന്നിട്ട് എന്നോടൊരു ഷീലുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഷീലുണ്ടാക്കി കൊടുത്തു. അത് കിട്ടിയ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ഒരു വലിയ സന്തോഷം. കാരണം ജീവിതത്തിൽ ആദ്യമായി ഒരൗദ്യോഗികമായ ഒരു ചിഹ്നത്തിൻ്റെ ഒരു ഉപകരണമാണല്ലോ ഷീല്. അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. കിട്ടിയ പാടന്നെ അന്ന് ഷൂ ഉപയോഗിക്കും. ആ ഷീല് ഉപയോഗിച്ച ആ ഷൂ അതിമലൊക്കെ ഇങ്ങനെ അടിച്ചു. ആ സന്തോഷത്തിൻ്റെ പ്രകടിപ്പിച്ചതാണത്. അങ്ങനെ ഞാനിങ്ങനെ ചുരുക്കി കൊണ്ടുവരികയാണ്. അങ്ങനെ അദ്ദേഹം പഠനം പൂർത്തിയാക്കി, ദർസിന് നിന്നു. പല സ്ഥലങ്ങളിലും ദർസ് നിന്നു. കോങ്കഴുത്ത് എന്ന് പറഞ്ഞാൽ ചെമ്പങ്കടവത്ത് കോങ്കഴുത്ത് ദർസിന് നിൽക്കുന്ന കാലത്ത് ഞങ്ങൾ പനങ്ങാങ്ങര അങ്ങാടിയിൽ വെച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നോടൊരു സ്വകാര്യം പറഞ്ഞു. പള്ളി ദർസിൽ നിന്ന് കുറേ ആയില്ലേ, ഇനി ഒരു കോളേജിൽ നിൽക്കണം എന്നൊരാഗ്രഹം തോന്നുന്നുണ്ട്. അപ്പം ഞാനിവിടെ കോളേജിലാണ്. കോട്ടുമുൽ ഉസ്താദ് അതിൻ്റെ അല്പം കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ.
ഉസ്താദ് കോട്ടുമൽ ഉസ്താദ് അള്ളാഹു മർക്കദ ഒരു ദിവസം ഞങ്ങൾ ആ വരാന്തയിൽ ഇങ്ങനെ ഉള്ള സമയത്ത് പറഞ്ഞു, പിന്നെ നമുക്ക് ഇവിടേക്കൊരു നല്ല മുദരിസ് വേണ്ടിയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ആലിക്കുട്ടി മുസ്ലിയാർ കോങ്കയത്ത് ദർസിലാണ്. അപ്പോൾ ആലിക്കുട്ടി മുസ്ലിയാരെ കോട്ടുമൽ ഉസ്താദിനെ നന്നായിട്ട് അറിയുമല്ലോ, നന്നായിട്ട് അറിയും, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മൂപ്പർക്ക് ഇങ്ങനെ ഒരു കോളേജിലൊക്കെ നിൽക്കാനുള്ള താല്പര്യമുണ്ട്. അത് നമുക്ക് പറ്റുന്ന ആളാണ്. അപ്പോൾ കോട്ടുമൽ ഉസ്താദിന് വളരെ ഇഷ്ടമായി. എന്നാൽ വേഗം നമ്മൾ ക്ഷണിക്കണം. അങ്ങനെ സ്വന്തം ഉസ്താദിനെ വാപ്പ മുസ്ലിയാരെ കോട്ടുമൽ ഉസ്താദ് പറഞ്ഞു, വേഗം പോയിട്ട് ആലിക്കുട്ടി മുസ്ലിയാരെ ജാമ്യയിലേക്ക് ക്ഷണിക്കണം. അങ്ങനെ പോയി ക്ഷണിച്ചു. അൽഹംദുലില്ലാ അദ്ദേഹം ജാമ്യയിൽ വന്നു. ജാമ്യയിൽ വന്ന് അദ്ദേഹം ഉയർന്നു. അവസാനം ജാമിയ നൂരിയ അറബി കോളേജിൻ്റെ ഉന്നതമായ പദവിയിൽ ഷെയ്ഖുൽ ജാമിഅ എന്ന് ഇന്ന് ലോകത്തൊട്ടാകെ അറിയപ്പെടുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം ഉയർന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ യാത്ര, ജാമ്യയിലുള്ള ഏറ്റവും ഉന്നതമായ പദവി, അതിൻ്റെ അടിയിലുണ്ടായ സംഭവങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഈ ജാമ്യയിൽ നിന്ന് തന്നെ അദ്ദേഹം ഇന്നലെ നമ്മളോട് യാത്ര പറഞ്ഞു. കുറച്ചു കാലം രോഗ അവസ്ഥയിൽ കടന്നെങ്കിലും അതൊക്കെ അദ്ദേഹത്തിൻ്റെ ദർജകൾ ഉയരാനും സ്വാലിഹായ അമലുകൾ വർദ്ധിക്കാനുള്ള കാരണമാണ്. അള്ളാഹു ആ നിലക്ക് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇന്നലെ നമ്മൾ അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകി. നമ്മളൊക്കെ മുസാഫിരീങ്ങളാണ്, നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, നമ്മളൊക്കെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദുന്യാവിൽ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുതുകിലൂടെ വന്ന് അങ്ങനെ നമ്മുടെ മാതാപിതാക്കളുടെ അതിലൂടെ നമ്മൾ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലൂടെ ദുന്യാവിൽ വന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ നടക്കണമൊക്കെ നടക്കും. ഇനി ബർസഖിയായ ലോകത്തിലേക്കാണ് നമ്മളൊക്കെ പോകുന്നത്. നമ്മൾ ഇന്നലെ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിക്കൂൻ എന്ന് പറഞ്ഞു പിരിഞ്ഞതാണ്. ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിക്കൂൻ. ഉസ്താദെ, ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിക്കൂൻ, ഇൻഷാ അല്ലാഹ് നിങ്ങളോടുകൂടെ ഞങ്ങളും വരാ എന്ന് പറഞ്ഞതാണ്. നമുക്കും പോകണം. അല്ലാഹു തആല പോകുന്ന സമയത്ത് ഉസ്മാൻ ഫൈസി പറഞ്ഞു, അവസാനം വഫാത്താവുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ടാണ് ആലിക്കുട്ടി ഉസ്താദ് പോയത്. അതുപോലെ തഹ്ലീൽ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞ് പോകാൻ അള്ളാഹു നമ്മൾക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു തആല ജന്നാത്തുൻ നഈം എന്ന സ്വർഗത്തിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ ഹസനാത്തുകളെയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സയ്യാത്തുകളൊക്കെ അള്ളാഹു തആല പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ. ദർജകളെ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അദ്ദേഹം പരത്തിയിട്ടുള്ള ഇൽമ്, അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങൾ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അതിൻ്റെയൊക്കെ പ്രതിഫലം അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ജന്നാത്തുൻ നഈമിൽ അദ്ദേഹത്തെയും നമ്മളെയും അവരുടെയും നമ്മളുടെയും കുടുംബത്തിനെയും ഉസ്താദന്മാരെയും മശായിഖന്മാരെയും ബന്ധപ്പെട്ടവരെയും എല്ലാവരെയും അള്ളാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ. ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.